நமது ஜெபம் டிவியில் உயிருள்ள கிறிஸ்துவை வெளிப்படுத்துதல். கூட்டத்தோடு கூட்டத்தில இருளில என்ன பண்ணணும்னு அமேன் தேடிக்கொண்டு இருக்கிறவர்கள் அல்ல. அமேன் வந்து எழுந்திட்டு പറയാമോ, ஹalleluya, இந்த ஆண்டு என்னுடைய வெளிச்சம் உலகம் காண போகிறது. ஓ அமேன், சபையினுடைய வெளிச்சத்தை உலகம் காண போகிறது. ஓ ஹalleluya, இந்த ஆண்டில் அமேன் இருளில் இருக்கிற அந்தகாரத்தில் இருக்கிற ஜனங்கள் என்னுடைய வெளிச்சத்துக்கு நேராக வருகிறதான ஒரு சீசன். அந்த சீசன்ல நான் என்ட்ராகிறேன். எத்தனை பேர் சொல்றீங்க நான் உடைய ஸ்பிரிச்சுவல் லைஃப்ல எழும்ப போகிறேன்? ஹalleluya. அன்பானவர்களை, இந்த உலகத்தில் சமாதானத்தை எதிர்பார்க்க முடியாது, சந்தோஷத்தையும் நன்மையும் ஆசீர்வாதத்தையும் சுதந்திரத்தையும் எதிர்பார்க்க முடியாது. உனக்கு தேவையானது ஏதோ அப்பா வீட்டுக்குள்ள இருக்கிறது. Christ Generation Ministries presents Revealing the Living Christ every Saturday at 8 p.m. Don't miss it on Jebam TV. ட்ரெஸ் ஏதான்னு അറിയാമോ? சொல்லுங்க. ரட்சிப்பினுடைய வஸ்திரமும் நீதியினுடைய அங்கியும். ஹalleluya. இதை விட சிறந்ததான வஸ்திரம் பரலோகத்தில் இல்லை. திரும்பி வந்திருக்கிற உங்களுக்கு அணிவித்திருக்கிறத சொல்லுங்க. ரட்சிப்பினுடைய வஸ்திரத்தினால் அப்பா என்னை அணிவித்திருக்கிறார், നീതിയിനുடைய അങ്കിനാൽ അപ്പ എന്നെ ഉടുത്തു വിത്തിരിക്കറ. ഹല്ലേലൂയ. ഇതിന്റെ വിലയൊക്കെ നിങ്ങൾ അറിയണം എൻ്റെ പ്രിയ ദൈവമക്കളെ. ഉലകത്തിലെ കോടി 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 കൊടുത്താലും ശരി இந்த രക്ഷിപ്പിനുடைய വസ്ത്രമും വാങ്ങ முடிவதில்ல. അമ്മേൻ இந்த നീതിയിനുடைய അങ്കിയെയും വാങ്ങ முடிவதில்ல. ഹല്ലേലൂയ. ഇത് ഈ ലോകത്തിലെ ഒരു നെയ്ത്തുകാരനും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അമേൻ. ഒരു ദിവസം ഞാൻ അത് ചുമ്മാ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറയാം. ഒരു ദിവസം അമേൻ ഒരു മനോരമ പേജിനകത്ത് മോദിജി അണിഞ്ഞിരിക്കുന്ന ഒരു ദിവസത്തെ ഡ്രസ്സിന്റെ വില ഇട്ടിട്ട് 6 കോടി ഹല്ലേലൂയ. ആ വില ഇട്ടിട്ട് പറഞ്ഞു, അമേൻ ഹല്ലേലൂയ, ഇന്ത്യയിൽ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന മനുഷ്യനാണ്. ഹല്ലേലൂയ. എന്നാൽ അവർക്ക് തെറ്റി. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അമേൻ. മോസ്റ്റ് പ്രിഷ്യസ് ആണ് വസ്ത്രം അണിந்திருக்கிற நபர் அது நான் தான். அப்பா எனக்கு ரட்சிப்பினுடைய வஸ்திரத்தை அணிவித்து நீதி என்னும் அங்கியே உடுக்க வைத்திருக்கிறார். ஹல்லேலூயா. நம்ம என்ன பண்ணுவோம் தெரியுமா? சுயநீதி என்றதான வஸ்திரத்தை எடுத்து போட பார்ப்போம். அப்பா தருന്ന அங்கியக்கு അവിടെ ഇരിക്കട്ടെ. സുയനീതി എന്നതാണ് വസ്ത്രത്തെ എടുത്തിട്ട് ഇത് நல்லா இருக்கிறா. ഹല്ലേലൂയ. പക്കത്തിൽ பாருங்க, നിന്റെ സുയനീതിയുടെ വസ്ത്രം അവിടെ ഒരു വിലയില്ലെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഇവിടെ നിനക്ക് കൊള്ളാമെന്ന് തോന്നും, പക്ഷേ അപ്പൻ തരുന്ന ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ അലക്കി വെളുപ്പിച്ച രക്ഷയുടെ വസ്ത്രം, ഹല്ലേലൂയ, அந்த நீதியினுடைய அங்கி, அது அணிந்த நீதான் பரலோகத்தில் மிக அமேன் விலையுள்ள நபர் என்று சொல்லுங்க. ஹல்லேலூயா ஹல்லேலூயா.
നമ്മളൊരുവൻ്റെ ഡ്രസ് കോഡ് കൊണ്ട് അവൻ എത്ര വിലയുള്ളവനാണെന്ന് കണ്ടുപിടിക്കും അല്ലേ? അമ്മേൻ, എന്താ സ്വർഗത്തിന് ഇത്ര വലിയ നഷ്ടമെന്ന്, സ്വർഗത്തിനെതിരെ പാപം ചെയ്തു എന്ന് പറഞ്ഞാലെന്നറിയാമോ? സ്വർഗം ഏറ്റവും വിലയുള്ളത് ഇട്ട് അങ്ങോട്ട് വിട്ടത്. അമ്മേൻ, ഇപ്പൊ വരുമ്പോ രണ്ടും കാണാനില്ല. അപ്പൊ അവൻ പറയാ, അപ്പാ ഞാൻ സ്വർഗത്തിനെതിരെ പാപം ചെയ്തു. ഇന്നൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അമ്മേൻ, എനിക്ക് തന്നിരിക്കുന്ന ഈ 2 വസ്ത്രത്തെയും, രക്ഷയുടെ വസ്ത്രം, നീതിയുടെ അങ്കി, ഇത് എന്ത് വന്നാലും ശരി, ലോകത്തിൽ എന്തെല്ലാം വിട്ടുകൊടുക്കേണ്ടി വന്നാലും ഇതോടുകൂടെ ഞാൻ കോംപ്രമൈസ് பண்ண மாட்டேன். இதை நான் பத்திரமாக பாதுகாத்துக் கொள்வேன். ஹல்லேலூயா. ஏன் தெரியுமா? இது ஒருபோதும் ലോകത്തിൽ നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അത് മറ്റുമല്ല, നമ്മ பார்த்தோம், മണവാളൻ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും മണവാട്ടി അവൻ തന്നെ വിശേഷവിധമായ ആഭരണങ്ങളാൽ അണിയിക്കുന്നത് പോലെയും അവൻ നിന്നെ രക്ഷാവസ്ത്രം അണിയിച്ച് നീതിയുടെ അങ്കി ഉടുപ്പിക്കും. അപ്പൊ ഇത് ഏതോട് ഒപ്പിട്ട് പേസുகிறது? ഒരു വിവാഹത്തോട് ഒപ്പിട്ട് പേസുகிறது. ஹல்லேலூயா. நீங்க சொல்லுங்க, மிகப்பெரிய விலையுள்ள வஸ்திரங்கள் நீங்க எப்போ அணிந்து நிற்க வாஞ்சிப்பீங்க? എപ്പോഴാ? എപ്പോഴാ? കല്യാണ ദിവസം ആണല്ലോ. அப்போதான் நம்ம ஜெயலட்சுமிக்கு போவோம் இல்லே. விலையுள்ள வஸ்திரம் அணிய നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴാ? എപ്പോഴും ആഗ്രഹം. ഹല്ലേലൂയ. ഗവനിങ്ക അമ്മേൻ, എപ്പോഴുമേ ഒരു മണവാളൻ അന്ന് പറയും, ഇത് പോരാ, ഇച്ചിരൂടെ നല്ലത് അല്ലേ? അപ്പൊ നമ്മ എപ്പോഴുമേ ഒരു കല്യാണத்துக்கு, നമ്മുടെ വിവാഹத்துக்கு അമ്മേൻ மிக சிறந்த மிக വിലയുള്ള വസ്ത്രങ്ങളെ അമ്മേൻ അണിവിത്ത് നിർത്തുവാർ. ഹല്ലേലൂയ. അമ്മേൻ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അമ്മേൻ, ഹല്ലേലൂയ. അമ്മേൻ, കുഞ്ഞാടിന്റെ കല്യാണം വന്നു. അവന്റെ കാന്തയെ അവൻ മുന്നമേ അണിയിച്ചിരിക്കുന്നത് അമ്മേൻ വിവാഹ വസ്ത്രമാണ്. വിവാഹ വസ്ത്രം ധരിപ്പിച്ച് ഓൾറെഡി നിർത്തിയേക്കുവാ. ഹല്ലേലൂയ. അപ്പൊ എന്താ പൊസിഷനിൽ നിന്നുകൊണ്ടിരിக்கிறீங்க? വല്ല മനസ്സിലാകുന്നുണ്ടോ എൻ്റെ പ്രിയ ദൈവമക്കളെ? ഹല്ലേലൂയ. ഓൾറെഡി ഇനി പോയിട്ട് തരാമെന്നല്ല, മണവാളൻ നിന്നെ അമ്മേ ഹല്ലേലൂയ മുന്നമേ കണ്ടപ്പോ തന്നെ പറഞ്ഞു, അമ്മേ രക്ഷയുടെ വസ്ത്രം അണിഞ്ഞോ, നീതിയുടെ അങ്കി അണിഞ്ഞോ, വിവാഹ വസ്ത്രം ധരിച്ചു നിന്നോ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഹല്ലേലൂയ. എത്ര പേരത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്? എത്ര പേരത് കറയും അമ്മേൻ ചുളുക്കൊന്നും ഇല്ലാതെ ഇപ്പോഴും അതിന് വില കൊടുത്ത് അമ്മേൻ அதை ഭദ്രமாக പാതുകാത്തു കൊണ്ടിരിக்கிறீங்க. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ ഏറ്റവും വിലയേറിയത് ആരാ? ഒന്ന് പറഞ്ഞേ, ഞാനാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ബാക്ക് സ്ലൈഡിങ് എൻ്റെ മണവാളന് നഷ്ടമല്ലേ? ഹല്ലേലൂയ. നിസ്സാരமான കാര്യத்துக்காக ഉലകത്തെ എൻജോയ് பண்ணி പോകുമ്പോൾ അത് പരലോകத்துக்கு നഷ്ടമാ? ബാക്കി ആരും പറയത്തില്ല, പക്ഷെ മണവാളൻ പറയും, മണവാട്ടി മിസ്സായ വലിയ നഷ്ടമാണ്. ഹല്ലേലൂയ. ഒന്നിനൊരു തീരുമാനം എടുക്കണം. എന്തു വന്നാലും ശരി, എന്നെ വന്നാലും ശരി, ഇനി വര ഇരിക്കിற ആണ്ട്, എനിക്കറിയാം ക്രിസ്മസിൻ്റെ ഫംഗ്ഷനും തീർന്നു, ആഘോഷവും തീർന്നു, ഡാൻസും തീർന്നു, പാട്ടും തീർന്നു, ഫുഡും തീർന്നു, ന്യൂ ഇയർ മെസ്സേജും കഴിഞ്ഞു, ന്യൂ ഇയർ മീറ്റിംഗ് ഇന്ന് കലണ്ടർ വീട്ടിൽ തൂക്കി. ഇനിയുള്ള ബാക്കിയുള്ള മാസം എൻ്റെ ഇഷ്ടത്തിന് നടക്കാം. പക്ഷെ ഇന്നൊന്ന് പറയണം, ഇല്ല അമ്മേ, ഈ ആണ്ടിലെ വാഗ്ദത്തം ഞാൻ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. എനക്കാകെ നിയമിക്കപ്പെട്ടിരിക്കുന്ന ചില പദവികൾ ഇരിക്കുന്നത്, പൊസിഷൻ ഇരിക്കുന്നത്, എനക്കാകെ ചില പരലോക ഇൻഹെറിറ്റൻസ്, എനക്കാകെ ചില സുതന്ത്രങ്ങൾ, പൊക്കിഷങ്ങൾ இருக்கிறது. அம்மேன், இந்த சிந்தனையில தான் நான் இந்த 365 நாட்களும் நடக்க போகிறேன். ஹல்லேலூயா. എന്റെ തീരുമാനം ഇതാ. എത്ര പേർ കൂടെ നിൽക്കാൻ റെഡിയാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ஏனென்றால் நம்முடைய குடியிருப்பு பரலோகத்தில் உண்டு. ஹல்லேலூய. அப்ப பாருங்க, ரெண்டாவது ஒரு சிச்சுவேஷனை நம்ம பார்த்தோம். ஹல்லேலூய. எந்த இடத்தில் பொசிஷன் இழந்து போனோமோ அந்த இடத்துல தானாகவே ஏறி வருகிற ஒரு நிலவரம். മൂന്നാമത് ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. യെശയ്യാ 60:1 പറയുന്നു, arise and shine, your light has come. ഹല്ലേലൂയ. ഒളി വീസു ഉന്നൊളി വന്നത് சொன்னா போதுமே. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഒളി വീസ് ഉന്നൊളി വന്നത് അത് പോരെ? எழுந்து ஒளி வீசுன்னு ஏன் சொல்லணும்? எழுந்து ஒளி வீசணுமா? இல்லை, எழுந்தாதான் ஒளி வீச முடியுமா? യെശയ്യാ പ്രവചനാത്മാവിൽ നേരത്തെ എഴുതി വെച്ചു, അമ്മേൻ ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അതിനുடைய അർത്ഥം ഇതുதான், ഏതോ ഒരിടത്തില എഴുമ്പിനാൽ ഒളി വീസ മുടിയും. Is it right? അമ്മാവാ, എന്തോ ഒരിടത്തില എഴുമ്പിനാൽ என்ன செய்ய முடியும்? ஒளி வீச முடியும். இது எந்த எல்லை? வார்த்தை என்ன சொல்கிறது? வார்த்தை சொல்கிறது, your light has come. உன்னுடைய ஒளி. அப்போ ഒളി വന്നത് ആരാണ്? ഒളി സംശയമുണ്ടോ? എന്താ ഒരു 99% ഉറപ്പൊന്ന് പറഞ്ഞേ. 100% ക്രിസ്തു തന്നെയാണ് എൻ്റെ ഒളി.
ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ 100% സത്യ വെളിച്ചവും ജീവന്റെ വെളിച്ചവും എൻ്റെ ക്രിസ്തു തന്നെ. പോരാ പോരാ പോരാ, ഒന്നുകൂടെ പറഞ്ഞേ, അമ്മേ 100% എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എനിക്കൊരു ബോധ്യമുണ്ട്, എൻ്റെ വെളിച്ചം, എന്നുടെ ഒളി അത് ക്രിസ്തുവാനവരെ. ഹല്ലേലൂയ. അപ്പൊ ഒളി വന്നത്, ഒളി വന്നോ? ഉണ്ടോ അകത്ത്? ഹല്ലേലൂയ. അപ്പൊ ഒളി വന്നത് ആന பிரகாசிக்க முடியவில்லை. என்ன பிரச்சனை சொல்லுங்க? எழும்பணும், எழும்பினாதான் பிரகாசிக்க முடியும். അപ്പൊ എവിടെ എഴുന്നേൽക്കുന്ന കാര്യമായി പറയുന്നത്? ഹല്ലേലൂയ. എന്നെ തെരിയുമാ, ഒളിയെല്ലാം വന്നത് അമ്മേൻ, പക്ഷെ ഒരു സ്വിച്ച് ഇടേണ്ട ഒരു താമസമുണ്ട്. അമ്മേൻ ജീസസ്. ഹല്ലേലൂയ. ഇതൊന്നും ഈ ചാലകവുമായിട്ട് കണക്റ്റഡ് ആകേണ്ട ഒരു ലേറ്റ് ഉണ്ട്. എവിടെയാണെന്നറിയാമോ? അമ്മേ, നമ്മുടെ ഫിസിക്കൽ റലത്തിൽ നിന്നും സ്പിരിച്വൽ റലത്തിലേക്ക് ഒരു എഴുന്നേൽപ്പ് സംഭവിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അമ്മേൻ, எந்த இடத்துல അമ്മേൻ വേൾഡുக்கு நேராக നമ്മുടെ ഫോക്കസ് ഇമ്മയ്ക്കുரிய വിഷയങ്ങൾക്ക് നേരാக இருக்கிறதோ ഇതൊന്ന് ട്യൂൺ ചെയ്ത് ആരാണോ സ്പിരിച്വൽ റലത്തിൽ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആരാണോ സ്പിരിറ്റ് കൺട്രോൾ ആകാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ മേൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്, இந்த ஆண்டினுடைய ஆரம்பத்தில் நின்று you will shine. அமே, நீங்க வெளிச்சம் வீசுவீர்கள். அமே அமே, கர்த்தருடைய ஒளி உங்கள் மேல் உதித்திருப்பதை உலகம் காண. இனி கிறிஸ்து നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. ഹല്ലേലൂയ. அவர் சொல்லிட்டார், it is finished. உங்களுக்காக அவர் எல்லாம் செய்து விட்டார். அவரே ஒளியாக உங்களுக்குள்ளும் வந்து விட்டார். இப்ப എന്താ പ്രശ്നം? ഹല്ലേലൂയ. ഒരു സ്വിച്ചിങ് പ്രോബ്ലം ഉണ്ട്. ആമേൻ. ഒരു ഷിഫ്റ്റിംഗ് പ്രോബ്ലം ഉണ്ട്. നിന്റെ ഫിസിക്കൽ റലത്തിൽ നിന്നും ജഡത്തിനുള്ളവൻ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മീകനോ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. யாரெல்லாம் ஸ்பிரிச்சுவல் ரலத்தை ஃபோக்கஸ் பண்றீர்களோ, ஆமென், ஒடுக்கத்தை ஆதாம் அவன் ஜீவிപ്പിക്കുന്ന ആത്മാവായെങ്കിൽ ആരെല്ലാം സ്പിരിറ്റിൽ ഈ ആണ്ടിൽ ആരംഭം തൊട്ട് മൂവ് ചെയ്യുന്നു, അവർ പ്രകാശിക്കും. അവர்கள் പ്രകാശിപ്പാர்கள். ഞാൻ പ്രൂവ് ചെയ്യാം. 40 ദിവസം യേശു കൂടെ ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു, ആവശ്യത്തിനുള്ളതെല്ലാം കേട്ടു, ദൃഷ്ടാന്തങ്ങൾ വഴി പഴയ നിയമം എല്ലാം അരച്ച് കലക്കി കുടിപ്പിച്ചിട്ട് പറഞ്ഞു, ആമേൻ, ഇത് ഇതാണ് സത്യം. ഹല്ലേലൂയ. പക്ഷെ അവർക്ക് പ്രകാശിക്കാൻ പറ്റിയില്ല. അവർക്കാൽ എഴുந்து മൂവ് പണ്ണ മുടിയവില്ല. അപ്പോൾ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഒരു സ്വിച്ചിങ് പ്രോബ്ലം ഉണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. അവർ വെയിറ്റ് ചെയ്തു. 1-ാമത്തെ ദിവസം, 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 10-ാം ദിവസം വന്നപ്പോൾ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റെന്നതുപോലെ അമേൻ അവരിരുന്ന അമേൻ അറയ്ക്കുള്ളിൽ ഇറങ്ങി വന്നു. 120 പേരും പരിശുദ്ധാത്മാവിനാൽ അമേൻ കൺട്രോൾ ചെയ്യപ്പെട്ടപ്പോൾ, പൊസസ് ചെയ്യപ്പെട്ടപ്പോൾ പീറ്റർ എഴുന്നേറ്റ് നിന്നിട്ട് ധൈര്യത്തോടെ ഒരു പ്രസംഗം പ്രസംഗിച്ചു. ഹല്ലേലൂയ. അമേൻ. പല ഭാഷക്കാർ, അമേൻ, ക്രേത്യരും പ്ലേത്യരും, അമേൻ, അറേബ്യരും, അമേൻ അമേൻ പല 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 അമേൻ 18ഓളം രാജ്യക്കാർ ഓടി വന്ന് ഈ വെളിച്ചത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. என்ன ரீசன்? ஹல்லேலூயா. என்ன தெரியுமா? ஹல்லேலூயா. அந்த ஒளி മാനിഫെസ്റ്റ് ആക ആരംഭിച്ചത് അമ്മേൻ റലം ഓപ്പൺ ആയി, അകത്തിരുന്നതെല്ലാം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അമ്മേൻ പ്രകാശം പുറത്തേക്ക് അമ്മേൻ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ മാനിഫെസ്റ്റ് ആകാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്നൊന്ന് പറഞ്ഞേ, അമ്മേൻ, ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞവരൊന്ന് പറഞ്ഞേ, അമ്മേൻ, തേർഡ് സ്റ്റേജ് എൻ്റെ കരത്തിലാണ്, ഞാൻ സ്പിരിറ്റിൽ മൂവ് ചെയ്യാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു അറൈസ് ആൻഡ് ഷൈൻ ഇൻ മൈ ലൈഫ്. ഹല്ലേലൂയ. അമ്മേൻ. ഇത് നടന്നതാണ് ആക വേണ്ട. ഇത് വേഗത്തിൽ സംഭവിച്ചേ പറ്റത്തുള്ളൂ. ഇത് വർഷങ്ങൾ കാത്തിരുന്നിട്ട് സംഭവിക്കേണ്ടതല്ല. ക്രൈസ്റ്റ് ജനറേഷൻ. ആമേൻ. ഹല്ലേലൂയ. വി ആർ ഇൻ എ നെസസറി സിറ്റുവേഷൻ. എന്താ കാരണം? അടുത്ത വചനം പറയുന്നു, ആമേൻ, കൂരിരുട്ട് ജാതികളെയും അന്ധകാരം ജനങ്ങളെയും മൂടുന്നു, എന്നാൽ നിന്റെ മേലോ യഹോവ ഉദിക്കും. ഹല്ലേലൂയ. അമേൻ. ഉലകം അമേൻ അമേൻ ഇരുളുക്കുൾ തടഞ്ഞു കൊണ്ടിരിക്കരുത്. അമേൻ. കൂരിട്ട് ജനങ്ങളെ ഡേ ബൈ ഡേ മൂടിക്കൊണ്ടിരിക്കുകയാ. 23-നേക്കാളും 24 കയറിയപ്പോ ഒന്നും കൂടെ അന്ധകാരം, ഡാർക്ക്നെസ് ഒന്നും കൂടെ തിക്നെസ് ആയി. ഈ സമയത്ത് സഭയെ, ഞാനും നിങ്ങളും അമേൻ ഫ്ലഷ്ലി റലത്തിൽ കിടന്നാൽ ഒന്നും നടക്കത്തില്ല. ഇന്ന് ആർക്കും മനസ്സുണ്ട് അമേൻ ആത്മമണ്ഡലത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഐ വിൽ ഷൈൻ ടു സിയർ എന്ന് വിളിച്ചു പറയുവാൻ. ഹല്ലേലൂയ. നീ ഒന്നും ചെയ്യ വേണ്ട, നീ സ്പിരിച്വൽ റലത്തിൽ കയറിയൊന്നും നിന്നാ മതി. അമ്മേൻ. 18 അല്ല, അമ്മേൻ 18,000 ഭാഷക്കാർ ഇപ്പോഴും അമ്മേൻ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് വരുവാൻ കാത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, അമ്മേൻ, ജാതികൾ നിന്റെ വെളിച്ചത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരുന്ന ഒരു സീസണിലേക്ക് ദൈവസഭയെ അമ്മേൻ കർത്താവ് നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്ന് ആരിത് റിസീവ് ചെയ്യുന്നുവോ അവരുടെ മണ്ഡലങ്ങൾ തുറക്കപ്പെട്ട് അവരിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വം ലോകം കാണത്തക്ക
പറയത്തക്ക രീതിയിൽ മഹത്വത്തെ പ്രൊജക്ട് ചെയ്യുന്ന, മഹത്വത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു തലം വെളിപ്പെട്ട് വരാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, അമേൻ ജീസസ്, ഹല്ലേലൂയ, അമേൻ. പകൽ വെളിച്ചത്തിൽ, സൂര്യന്റെ വെളിച്ചത്തിൽ നടക്കുന്ന സീസൺ കഴിഞ്ഞു. ചന്ദ്രന്റെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു സീസൺ കഴിഞ്ഞു. കാരണം ഹല്ലേലൂയ, യോവേൽ പ്രവചിച്ചപ്പോൾ പറഞ്ഞു, അമേൻ, കടൈസി നാட்களில் மாம்சமான யாவர் மேலும் என் ஆவியை ஊற்றுவேன், உன்னுடைய குமாரர்கள் குமாரத்திகள் தீர்க்க தரிசனம் சொல்வார்கள். அமேன், ஹல்லேலூய, அமேன், அமேன். விருத்தന്മാർ സ്വപ്നങ്ങളെ കാണും, വാലിബர்கள் ദർശനങ്ങൾ ദർശിപ്പാர்கள். അത്രയും പറഞ്ഞു നിർത്തിയില്ല. അതിന്റെ കണ്ടിന്യൂഷനായിട്ട് പറയുക, അമ്മേൻ, സൂര്യൻ ഇരുളായും അമ്മേൻ ചന്ദ്രൻ രക്തമായും മാറും. ആ പ്രവചനം അവസാനിക്കുന്നത് ഇങ്ങനെ ചില വേർഡ്സും കൂടെ പറഞ്ഞിട്ടാ. ഇത്രയും നിന്റെ കണ്ണ് കണ്ടെങ്കിൽ, ആത്മാവ് വ്യാപരിക്കുന്നതും പ്രവചിക്കുന്നതും അമ്മേൻ മീതി എല്ലാം കണ്ടത് എന്ന് சொன்னால், അടുത്ത സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറുന്നത് ഈ കണ്ണ് കാണും. നിന്റെ കണ്ണ് കാണും, നിന്റെ കണ്ണ് കാണും. അമേൻ. പക്ഷെ സൂര്യൻ, ലോകത്തിലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് എൻ്റെ മേൽ ക്രിസ്തു പ്രകാശിക്കും എന്ന് ഉറപ്പുള്ള എത്ര പേർ ഇവിടെയുണ്ട്? ഹല്ലേലൂയ. കൂട്ടത്തോട് കൂട്ടത്തിൽ ഇരുളിൽ കടന്ന് തടയാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. கூட்டத்தோடு கூட்டத்தில் இருளில என்ன பண்ணணும்னு அமேன் தேடிக்கொண்டு இருக்கிறவர்கள் அல்ல. அமேன். ഒന്ന് എഴുന്നേറ്റിട്ട് പറയാമോ, ഹല്ലേലൂയ, இந்த ஆண்டு என்னுடைய வெளிச்சம் உலகம் காண போகிறது. ஓ அமேன், சபையினுடைய வெளிச்சத்தை உலகம் காண போகிறது. ஓ ஹல்லேலூய, இந்த ஆண்டில் அமேன் இருளில் இருக்கிற, அந்தகாரத்தில் இருக்கிற ஜனங்கள் என்னுடைய வெளிச்சத்துக்கு நேராக வருகிறதான ஒரு சீசன். அந்த சீசன்ல நான் என்ட்ராகிறேன். ஹல்லேலூய, ஹல்லேலூய. எத்தனை பேருக்கு இது മനസ്സിലാവുന്നുണ്ട്? எத்தனை பேர் சொல்றீங்க, நான் ஸ்பிரிச்சுவல் லைஃப்ல எழும்ப போகிறேன்? ஹல்லேலூய. அன்பானவர்களை, இந்த உலகத்தில் சமாதானத்தை எதிர்பார்க்க முடியாது, சந்தோஷத்தையும் நன்மையும் ஆசீர்வாதத்தையும் சுதந்திரத்தையும் எதிர்பார்க்க முடியாது. உனக்கு தேவையானது ஏதோ அப்பா வீட்டுக்குள்ள இருக்கிறது. ஆமென். ஹல்லேலூய. The most richest country is the kingdom of God. Hallelujah. மிக அமேன் செல்வந்தமான அமேன் ஒரு ராஜ்யம் என்று சொன்னால் அது தேவ ராஜ்யம் தான். உனக்கு என்னெல்லாம் தேவையோ அது മുഴുവതും தேவ രാജ്യത്തിലിருந்து പ്രൊവൈഡ് பண்ணப்படும். ഒന്ന് പറഞ്ഞേ, നിനക്ക് എന്തൊക്കെയാണോ ആവശ്യം അത് മുഴുവനും നീ നിൽക്കുന്ന ഈ ദൈവ രാജ്യത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ഉലകத்துக்கு நேராக திரும்பாதே. அமேன். focus on the kingdom, focus on Jesus Christ. இன்னைக்கு எத்தனை பேர் ஒரு எழும்பி வருகிற அமேன் நிலவாரத்துக்குள்ள மனதை செட் பண்ண வாஞ்சிக்கிறீங்க? എവിടെയാണോ നിങ്ങൾ ബലഹീനർ, അവിടെ കർത്താവ് നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ എഴുന്നേൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. எந்த இடத்துல நீங்களாகவே திரும்பி வர வேண்டுமோ அந்த இடத்தில் அப்பா உங்களை எழுப்ப வாஞ்சிக்கிறார். ഹല്ലേലൂയ. പക്ഷെ അതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ സ്പിരിറ്റിൽ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. இல்லாவிட்டால் எல்லாம் இருந்தும் எம்டியா இருக்க வேண்டிய சூழ்நிலை வந்துவிடும். ஹல்லேலூயா. நம்முடைய பர்ஃபெக்ஷனை அமேன், நமக்குள்ள இருக்கிற மகிமையை நாம் மறைத்தே வாழ வேண்டிய வாழ்க்கை வந்துவிடும். ஹல்லேலூயா. அமேன். ஹல்லேலூயா. இன்னைக்கு எத்தனை பேர் எழும்ப ரெடியா இருக்கிறீங்க? എത്ര പേർ പറയും ഈ ദിവസങ്ങളിൽ ആത്മാവിൽ മൂവ് ചെയ്യാൻ എത്ര പേർ റെഡിയാണ്? സ്പിരിച്വൽ തലത്തിൽ. ഹല്ലേലൂയ. അമേൻ. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ തന്നെ ആത്മാവിൽ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. நீங்கள் சிலதை பெற்றுக்கொள்வீர்கள். நீங்கள் சில ஆவிக்குரிய அமேன் பொக்கிஷங்களை சுதந்திரித்துக் கொள்வீர்கள். ஹல்லேலூயா. நீங்க ஆண்டினுடைய ஆரம்பத்திலிருந்தே சில அறுவடையை காண அமேன் கர்த்தர் உங்களுடைய கண்களை பலப்படுத்துகிறார். ஹல்லேலூயா. சில சுதந்திரங்களுக்கு நேராக, ஓ சில உரிமைகளுக்கு நேராக, ஓ ரிமனஹண்டரே. ஹல்லேலூயா. ஓ ஆவியானவர் சொல்கிறார், அமேன், உனக்காக பிதாவானவர் மேன்மையானவைகளே சிறந்தவைகளை ஆயத்தம் பண்ணி வெயிட் பண்ணுகிறார். இன்னைக்கு யாரெல்லாம் அவருடைய சத்தத்தை கேட்டு ஓ அமேன் எழும்ப வாஞ்சிக்கிறீர்களோ, அமேன், ஒரு மகிமை உங்களை காத்திருக்கிறது. கிறிஸ்துவின் தேஜஸ் നിങ്ങളുടെ മേൽ പ്രത്യക്ഷമാകുവാൻ ഓ സ്വർഗം കാത്തിരിക്കുകയാ. ഓ അമേൻ, സ്വർഗത്തിന്റെ വിശേഷവിധമായ ചിലതുകൊണ്ട് നിങ്ങളെ നിറയ്ക്കേണ്ടതിന് സ്വർഗം കാത്തിരിക്കുകയാ. ഇന്ന് പകൽ ആരൊക്കെയാണോ റെഡി ആയിട്ടുള്ളത്, யாரெல்லாம் வாஞ்சித்து எழும்ப ரெடியா இருக்கிறீர்களோ, அமேன், நீங்கள் அமேன் ஹல்லேலூயா சிலவைகளை எல்லாம் பெற்றுக்கொள்ள போகிறீங்க. அமேன். சபை ஒரு அப்ரஹாமிக் பிளெஸிங்கினுடைய மேனிஃபெஸ்டேஷன் காண போகிற ஒரு சீசன். ஹல்லேலூயா. கர்த்தராவியானவர் சொல்கிறார், அமேன், കാൽ വയ്ക്കുന്ന ദേശമൊക്കെയും അമേൻ അമേൻ കോൺകർ ചെയ്യുന്ന ഒരു നിലവാരത്തിൽ ഓ സഭയിൽ ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഓ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് അബ്രഹാമിനോട് കൽപ്പിച്ചു,
നീ കാൽ വയ്ക്കുന്ന ദേശമൊക്കെയും നിനക്ക് സ്വന്തമായി തീരും. ഇതുപോലെ ഈ പട്ടണത്തിനകത്ത് കാൽ വയ്ക്കുന്ന ചില ഭവനങ്ങൾ, കാൽ വയ്ക്കുന്ന ചില ദേശങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്വന്തമാക്കത്തക്ക രീതിയിൽ ഒരാർമി ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കുന്ന, ഓ ഹല്ലേലൂയ, ஒரு சேனை இதுக்குள்ளிருந்து எழும்புகிற ஒரு காட்சியை கர்த்தராவியானவர் காட்டுகிறார். இந்த பிற்பகல் எத்தனை பேர் சொல்றீங்க, ஓ அந்த சேனையில் நானும் ஒரு நபர், நானும் ஒரு நபர். நான் பார்க்கிறேன் ஏற முடியாத சில பர்வதங்களிலே ஒரு சேனை ஏறுவது போல கிரைஸ்ட் ஜெனரேஷன், ஹல்லேலூயா, ஆயுதங்களை அணிந்து ஓ நீங்க சிலதுக்குள்ள ஏறுறீங்க அப்பா. சில டிவைன் வெப்பன்ஸ், ஹல்லேலூயா, இதுவரை யூஸ் பண்ணாததான சில டிவைன் வெப்பன்ஸ் உங்களுடைய கரத்தில் தருகிறார். ஓ உண்மையுள்ளவன் என்று எண்ணி இந்த பிற்பகல் உன் மீது சில சுதந்திரங்களை வருகிற பகல். எத்தனை பேர் சொல்வீங்க, அப்பா உக்ரான காரணத்திலிருந்து அவர் வாஞ்சிப்பது அவன் உண்மையுள்ளவனாய் இருக்க வேண்டும். இந்த பகல் ആരാണോ വിശ്വസ്തരായിട്ടുള്ളത് അവരെ ചിലത് ഏൽപ്പിക്കുന്ന ഒരു നിലവാരത്തിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. ആമേൻ. ഒരുവൻ 1000 അമേൻ, ഹല്ലേലൂയ. സിറിയവൻ അമേൻ, ഹല്ലേലൂയ, ബലത്ത ജാതിയാகவும் പെരുകുവാൻ. ഇതുപോലെ നിങ്ങളിൽ ഒരുവൻ 1000 നേടുന്ന സ്ട്രെങ്ത്തിൽ, ഓ നിങ്ങളുടെ അഭിഷേകത്തെയും ആത്മാവിന്റെ ശക്തിയെയും കർത്താവ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. இந்த பிற்பகல் யாரெல்லாம் அதை பெற்றுக்கொள்ள வாஞ்சிக்கிறீர்களோ அவர்கள் மீது ஆவியானவருடைய சில விடுதலைகள், ஆவியானவருடைய சில மகிமையான வெளிப்படல்களுடைய வாழ்க்கையில் நடக்க போகிறது. சில டிவைன் பிளான்ஸினுடைய மேனிஃபெஸ்டேஷன் இந்த ஆண்டினுடைய ஆரம்பத்திலேயே ஓ சம்பவிப்பதாவியானவர் காட்டுகிறார். சில பரலோக திட்டங்கள், பரலோக தரிசனங்கள் பெற்றுக்கொண்டு அதை டெமான்ஸ்ட்ரேட் பண்ணுகிற ஓ சில நபர்கள் இதுக்குள் இருக்கிறீங்க. பெசலேலிന്റെ மேல் പകർന്നത് പോലെ ചില ஞான ആത്മാവ്, ഹല്ലേലൂയ, മോശയുടെ മേൽ പകർന്നത് പോലെ ചില ആമേൻ ദർശനങ്ങൾ അതിന്റെ സമാപ്തിയിലേക്ക്, അതിന്റെ ഫിനിഷിംഗ് പോയിന്റിംഗിലേക്ക് സ്വർഗം നിങ്ങളെ മൂവ് ചെയ്യുന്ന ഒരു സീസൺ ആയത്. ഒരു മഹത്വകരമായിട്ടുള്ള റിലമ ഈ വർഷം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു മഹിമயான മണ്ഡലം താൻ കർത്താവ് இந்த ആണ്ടിൽ നമുക്കാக ആയത്തം பண்ணி வைத்திருக்கிறார். നമ്മുടെ അരികിലേക്ക് വരികയല്ല അത് ചെയ്യുന്നത്. ആമേൻ. അത് നമ്മുടെ അരുകാമയിൽ വരുവതല്ല, നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നവരായിരിക്കും. ആമേൻ. നാം അതുക്കുൾ പ്രവേശിக்கிறோம், നാം ഏറുகிறோம். പ്രോമിസ് വേർഡ് ദൈവം തന്നത് എറൈസിംഗ് ടു ഓണർഷിപ്പ് എന്നാണ്. കർത്താവ് നമുക്ക് തന്ന വാക്കുതത്തം நம்முடைய உடைமை உரிமைக்கு நேராக எழும்புகிற ஆண்டு என்று சொல்லுகிறார். ആമേൻ. ആമേൻ. എഴുന്നേൽക്കാതെ എങ്ങനെ നമുക്ക് ഓണർഷിപ്പിലേക്ക് പ്രവേശിക്കാൻ പറ്റും? எழும்பாமல் எவ்விதமாக அந்த ஓனர்ஷிப்ல பிரவேசிக்க முடியும்? നമ്മൾ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. நாம் எழுந்துதான் ஆக வேண்டும். എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. எழும்பிதான் ஆக வேண்டும். പൗലോസിന്റെ കയ്യിൽ ചുറ്റിയ അണലിയെ അവൻ കുടഞ്ഞു കളഞ്ഞു എന്ന വചനം പറഞ്ഞു. அந்த பவுலுடைய கையில் கடித்த அந்த விஷப்பூச்சியை அவன் அப்படியே குடைந்து விட்டான் என்று வசனம் சொல்கிறது. നമ്മുടെ ചില വിഷയങ്ങൾ, നമ്മുടെ ചില പ്രശ്നങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട് ആ ഓണർഷിപ്പിനെ പ്രാപിക്കാൻ നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കണം. അമ്മേ, നമ്മുടെ ചില പ്രശ്നങ്ങളെ, നമ്മുടെ ചില വിഷയങ്ങളെ എല്ലാം കുടൈந்து വിട്ട് നമ്മുടെ ഓണർഷിപ്പുக்கு നേരാக നാം എഴുമ്പ வேண்டும். കയ്യിൽ ചുറ്റിയതിനെ ഓർത്ത് അതിനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ സമയം കളയരുത്. അമ്മേൻ. കയ്യിൽ ചുറ്റിനதை നിனைத்து ഭാരപ്പെട്ട് ചിന്തിച്ച് നാം നേരത്തെ വീൺ பண்ணக்கூடாது. നമ്മുടെ വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമല്ല. നമ്മുടെ വിഷയങ്ങളെ നിனைத்து നാം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരം. ആമേൻ. അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് ആ ഉടമസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ എഴുന്നേൽക്കണം. അമ്മേൻ. அதை குடைந்து விட்டு நம்ம உடைமை உரிமைக்கு நேராக எழும்ப வேண்டும். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ പകുതി, ഈ വർഷത്തിന്റെ അവസാനം എന്തെങ്കിലും എന്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് ഓർത്തല്ല ഇരിക്കേണ്ടത്. இந்த ஆண்டினுடைய கடைசி இறுதியில ஏதோ உன்னுடைய வாழ்க்கையில நடக்கும் என்று சொல்லி ஆரம்பத்தில் இருக்க கூடாது. ഈ സെക്കൻഡിൽ എന്റെ മേൽ ഒരു മഹത്വം വെളിപ്പെടും. ആമേൻ. இந்த நொடியில் என்னுடைய வாழ்க்கையில் ஒரு மகிமை வெளிப்படும். അതിനുവേണ്ടി നിങ്ങളൊന്ന് റെഡി ആയിക്കേ. ஆமேன். அதற்காக நீங்க ரெடி ஆகி விடுங்க. അതിനുവേണ്ടി നിങ്ങളൊന്ന് റെഡി ആയിക്കേ. ആമേൻ. അതற்காக അതിനെ ആയത്തം பண்ணி വിടുங்க. ആമേൻ. അടുത്ത നാളുകളിലേക്ക് ഒരു ആമേൻ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അല്ല ജീവിക്കേണ്ടത്. അടുത്ത നാட்களில் ஏதோ ஒன்று நடக்கும் என்றல்ல. കർത്താവിന് ഈ സെക്കൻഡിൽ തൊട്ട് എന്തൊക്കെയോ നമ്മുടെ മേൽ പകരാനിട്ടുണ്ട്. ഓ இந்த நொடியில் இருந்து கர்த்தருக்கு எதையெல்லாமோ நம்முடைய வாழ்க்கையில் செய்ய வேண்டியது. ഓഹോ, നിങ്ങളോട് എതിർക്കുന്നവരോട്, നിങ്ങളോട് പ്രശ്നമുണ്ടാക്കുന്നവരോട്, നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് പറഞ്ഞ് എനിക്കിപ്പോൾ അതിന് സമയമില്ല, 2023 ഞാൻ അതിന് സ്റ്റോപ്പ് ചെയ്തു, ഇപ്പോൾ ഞാനൊരു ന്യൂ പേഴ്സണാ, ന്യൂ ക്രിയേഷനാ, ഞാനൊരു പുതിയ സൃഷ്ടിയാ, ഞാൻ പുതിയ മഹത്വത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മെ വേദനപ്പെടുത്തുகிற
நமக்கு விரோதமாக பேசுறவங்களை பார்த்து சொல்லுங்க, இப்ப எனக்கு அதெல்லாம் அதை மைண்ட் பண்ண நேரம் இல்ல. ஐ அம் நியூ கிரியேஷன், நான் புது சிருஷ்டி. இந்த 24 ஆரம்பத்துல புதிய ஒரு தரிசனத்தோட நான் மூவ் பண்ணுகிறேன். ഹല്ലേലൂയ. വചനം പറഞ്ഞു പണ്ടുള്ളവയെ നീ ഓർക്കേണ്ട. ആമേൻ. വാക്യം சொல்கிறது മുൻദിനവകളെ യോസിക്ക വേണ്ട, കഴിഞ്ഞു പോയതിനെ നിരൂപിക്കണ്ട, പൂർവമാനവകളെ ചിന്തിക്ക വേണ്ട. 2023 അല്ല നീ ജീവിക്കേണ്ടത്, 2023 നിனைവുകളിലെ അല്ല നീ വാഴ വേണ്ടിയത്. 2024 മഹത്വത്തിലേക്ക് നീ വന്നാട്ടെ. 2024 മഹിമയ്ക്ക് നേരാക നീ എഴുമ്പി വിട. പണ്ടുള്ളവയെ നീ ഓർക്കേണ്ട, മുൻദിനവകളെ യോസിക്ക വേണ്ട, കഴിഞ്ഞു പോയതിനെ നിരൂപിക്കണ്ട, പൂർവമാനവകളെ ചിന്തിക്ക വേണ്ട. കർത്താവ് ഇതാ പുതിയതൊന്ന് ചെയ്യുക. ആമേൻ. കർത്തർ പുതിയതൊന്നേ ചെയ്യുക. ഓ, അത് നാളെ ചെയ്യുമെന്നല്ല, അത് നാളേക്ക് ചെയ്യുവാറല്ല, അത് അടുത്ത മാസം ചെയ്യുമെന്നല്ല, അത് അടുത്ത മാസം ചെയ്യുമോ. വചനം പറയുന്നത് ഇപ്പോൾ சொல்லுங்க, அது இப்பொழுது, ഇപ്പോൾ ഉത്ഭവിക്കും. இப்பொழுது அது உருவாகும். എന്റെ അപ്പന് ചിലത് ചെയ്യാനുണ്ട്. என்னுடைய தகப்பனுக்கு சிலதெல்லாம் செய்ய എത്ര പേർ വിശ്വസിക്കുന്നു? எத்தனை பேர் அதை நம்புகிறீர்கள்? എന്റെ വായിൽ നിന്ന് വാക്ക് പുറപ്പെടുമ്പോൾ തന്നെ, என்னுடைய வாயிலிருந்து இந்த வார்த்தை புறப்படும் എന്റെ பொழுது, വായിൽ നിന്ന് ഈ വാക്ക് പുറപ്പെടുമ്പോൾ തന്നെ, என்னுடைய வாயிலிருந்து இந்த வார்த்தை புறப்படும் பொழுது, ഇപ്പോൾ തന്നെ എന്റെ ലൈഫിൽ ചിലത് സംഭവിക്കുമെന്ന്, இந்த வாழ்க்கையில் சிலதெல்லாம் நடக்கும் என்று എന്റെ സ്വർഗ്ഗത്തിലെ പിതാവ് என்னுடைய பரலோக தகப்பன் ഇപ്പോൾ തന്നെ എന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം, செய்ய போகிறார் என்று நினைக்கிறவர்கள், അവർ മാത്രം അത് സെലിബ്രേറ്റ് ചെയ്താട്ടെ. அவர்கள் மட்டும் செலிப்ரேட் பண்ணுங்க. അവർ മാത്രം എഴുന്നേറ്റ് തുടങ്ങിയാട്ടെ. அவர்கள் எல்லாம் எழும்ப ஆரம்பிங்க. അവർ പ്രൈസ് ചെയ്യാൻ തുടങ്ങിയാട്ടെ. ആമേൻ. അവர்கள் 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 ആമേൻ പ്രൈസ് பண்ண ആരംഭിங்க. കാരണം നിങ്ങൾ എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. നീ എഴുമ്പ വേണ്ടിയ നേരമായി വിട്ടത്. നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ട സമയമായി. ആമേൻ. ഉങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് നേരാக நீங்க எழும்புங்க. മക്കളെ, നഷ്ടമായി പോകരുത്. നഷ്ടമായി വിടാതെ. 2023 പോലെ നിങ്ങൾക്ക് അത് നഷ്ടമായി പോകരുത്. ആമേൻ. 2023 പോലെ അത് ഇഴന്നു വിട പോകരുത്. തുടക്കത്തിൽ തന്നെ അടുത്ത റെലം നിങ്ങളുടെ മേൽ തുറക്കപ്പെടണം. തുവക്കത്തിലേ ഒരു അടുത്ത ഒരു നെക്സ്റ്റ് റെലം ഉங்கள் മേൽ திறக்கப்பட வேண்டும். നിങ്ങൾ വായ് തുറന്നൊന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. ആമേൻ. നീ വായ് തുറന്ന് പ്രൈസ് பண்ண ആരംഭിங்க. വാ തുറന്നൊന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. ആമേൻ. ആമേൻ. വായ് തുറന്ന് പ്രൈസ് பண்ண ആരംഭിங்க. നിങ്ങളുടെ പൗരത്വമുള്ള രാജ്യത്തിലേക്ക് നിങ്ങൾ മടങ്ങി വന്നാട്ടെ. ആമേൻ. ഹല്ലേലൂയ. உங்களை அழைத்திருக்கிற இந்த ராஜ்யத்துக்கு நேராக ஆமென் திரும்பி வந்து விடு. അറിഞ്ഞ ദൈവ രാജ്യത്തിൽ എനിക്ക് സിറ്റിസൺഷിപ്പ് ഉള്ളതെന്ന്. ആമേൻ. சொல்லுங்க, என்னுடைய குடியிருப்பு அது பரலோகத்தில் இருக்கிறது. എന്റെ പൗരത്വമുള്ള രാജ്യത്തിനകത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞാട്ടെ. என்னுடைய சிட்டிசன்ஷிப் இருக்கிற ராஜ்யத்துக்குள்ள நான் பிரவேசிக்கிறேன். ഓ, വാ തുറന്ന് നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. வாய் திறந்ததை அறிக்கை பண்ணிக்கொள்ளுங்க. ഓ റാഷിയാത റമസിയ. ആമേൻ. നിങ്ങളുടെ സപ്ലൈ തുടങ്ങാൻ പോകുക. உங்களுடைய சப்ளை துவங்க ஆரம்பிக்கிறது. നിങ്ങളുടെ സപ്ലൈ തുടങ്ങാൻ പോകുക. உங்களுடைய சப்ளை ஆரம்பித்து விட்டது. ഒരു ജോസഫിനെ ഒരു ഭയങ്കര പൊസിഷനിൽ കൊണ്ട് നിർത്തിയതുപോലെ, അമേൻ, ഒരു യോസേപ്പെ അമേൻ ഭയങ്കരമായ ഒരു പദവിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് പോലെ ഇതിനകത്ത് അങ്ങനെ വാഗ്ദത്തം പ്രാപിക്കുന്ന ചിലരെ ഞാൻ കാണുന്നു. ഓ, ഇതുക്കുള്ള അപ്പടി ചില വാഗ്ദത്തങ്ങളെ പെറ്റുകൊള്ളുന്നവരെ ഞാൻ ഒരു ജോസഫ് അനോയിന്റിംഗിലേക്ക് കേറുന്ന ചിലരെ ഞാൻ കാണുന്നു. ഒരു യോസേപ്പിനുടെ അഭിഷേകത്തുക്കുള്ള ഏറുകിற ചില നബർகளை பார்த்து നിങ്ങൾ പട്ടണങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങും. അമേൻ. നിങ്ങൾ പട്ടണങ്ങൾക്ക് സപ്ലൈ பண்ணுவீங்க. ഓ, നിങ്ങൾ പട്ടണങ്ങൾക്ക് ചിലതിനെ പകർന്നു കൊടുക്കുന്നവരായി മാറാൻ തുടങ്ങും. നിങ്ങൾ പട്ടണങ്ങൾക്ക് ചിലதை பகிர்ந்து கொடுப்பீங்க. நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூனார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளிலும் காலை 7:30 மணி அளவிலும் எல்லா வெள்ளிக்கிழமைகளிலும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது
9447775093 என்ற எண்ணிற்கோ அழைக்கவும்.